ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 8. നഹി പ്രപശ്യാമി മമാപനുദ്യാം യജ്ജോഗമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാ വസഭഗ്നമൃദ്ധം രാജ്യം സുരാണാമഭിജാധിപത്യം. ശ്രീഹരേ നമഃ. നഹി പ്രപശ്യാമി, ഞാൻ കാണുന്നില്ല. യൻ അപനുദ്യാത്, ഇല്ലാത്തതാകുന്ന ഒന്നിനെയും. ഉച്ഛോഷണം, വരട്ടുന്നു. ഇന്ദ്രിയാണാം, ഇന്ദ്രിയങ്ങളെ. അവാപ്യ അപി, ലഭിച്ചിട്ട്. ഭൂമാ, ഭൂമിയിൽ. അസഭഗ്നം, ശത്രുരഹിതമായി. ഹൃദം, സമൃദ്ധമായ. രാജ്യം, രാജ്യത്തെയും. സുരാണാം, സുരന്മാരുടെ. ആധിപത്യം ച, ആധിപത്യത്തെയും. ലളിതാർത്ഥം: എൻ്റെ ഇന്ദ്രിയങ്ങളെ വളരെ വിഷമിപ്പിക്കുന്ന ഈ ദുഃഖത്തെ ഇല്ലാതാക്കുവാൻ ഞാൻ മറ്റ് യാതൊരു ഉപായവും കാണുന്നില്ല ഭഗവാനെ. ഈ ഭൂമിയിൽ സമ്പൽ സമൃദ്ധവും എതിരാളികളില്ലാത്തതുമായ ഒരു പരമാധികാര രാജ്യം സ്വർഗത്തെപ്പോലെ കിട്ടിയാലും എൻ്റെ ദുഃഖത്തെ മാറ്റാൻ അതൊന്നും തന്നെ മതിയാകുന്നില്ല. ജനനം, മരണം, രോഗം, വാർദ്ധക്യം, ഭൗതിക ജീവിതത്തിലെ സംബന്ധികളായ പ്രശ്നങ്ങൾ ദാനധർമ്മം കൊണ്ടോ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി കൊണ്ടോ പരിഹരിക്കാൻ കഴിയുന്നതല്ല. ധനാഭിവൃദ്ധി നേടിയും ജീവിത സൗകര്യങ്ങൾ ധാരാളമുള്ളതുമായ ധാരാളം രാജ്യങ്ങൾ ഈ ഭൂമിയിൽ തന്നെയുണ്ട്. എന്നാൽ അവിടെയും ഭൗതികമായ ജീവിത പ്രശ്നങ്ങൾ നിലനിന്ന് പോരുന്നുമുണ്ട്. മനുഷ്യർ സമാധാനത്തിന് വേണ്ടി വിവിധ മാർഗങ്ങൾ തേടി ഓടി നടക്കുകയാണ്. യഥാർത്ഥമായ ആനന്ദം വേണമെങ്കിൽ അവർ കൃഷ്ണ ഭഗവാനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ സിദ്ധാന്തം ഉൾക്കൊള്ളുന്ന ഭഗവത്ഗീത, കൃഷ്ണകഥാ അമൃതം, ഭാഗവത എന്നീ ഗ്രന്ഥങ്ങളെ ശരിയായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അല്ലാതെ സാധിക്കുമായിരുന്നുവെങ്കിൽ ഭൂലോകത്തിൻ്റെയോ സ്വർഗലോകത്തിൻ്റെയോ സമഗ്രമായിട്ടുള്ള ആധിപത്യം ലഭിച്ചാൽ പോലും ഈ ദുഃഖം തന്നെ വിട്ടൊഴിയുന്നില്ല എന്ന് അർജുനൻ പറയുമായിരുന്നില്ല. ഇനി സത്യം തെളിയണമെന്നുള്ള ഉദ്ദേശത്തോടെ അർജുനൻ മിണ്ടാതെ ഒരേ ഇരിപ്പായി. സത്യം തെളിഞ്ഞാലേ താൻ യുദ്ധം ചെയ്യുകയുള്ളൂ എന്ന ദൃഢനിശ്ചയം അർജുനനിൽ ഉണ്ടായി. ഭഗവാനോട് ഓരോ നിൻ്റെ ഉപായങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. തൻ്റെ ദുഃഖത്തെ എങ്ങനെ മാറ്റാൻ കഴിയും ഭഗവാനെ? സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരി ഓം.